കോട്ടുവ. ഒരിക്കൽ കൃഷ്ണദേവരായർ അന്തഃപുരത്തിലിരുന്ന് തിരുമലാംബ രാജ്ഞിയോട് രാജ്യകാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. നേരം പാതിര കഴിഞ്ഞിരുന്നു. ക്ഷീണം കാരണം മഹാരാജ്ഞി അറിയാതെ ഒരു കോട്ടുവ ഇട്ടുപോയി. എന്ത്, നാം പറയുന്ന കാര്യങ്ങളിൽ ഇത്രയേ ശ്രദ്ധയുള്ളൂ അല്ലേ? ചക്രവർത്തിക്ക് കോപം വന്നു. അദ്ദേഹം ദേഷ്യത്തോടെ അന്തഃപുരത്തു നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് രാജ്ഞിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. രാജ്ഞി വല്ലാതെ ദുഃഖിതയായി. അവർ രാമനെ വിളിച്ച് തൻ്റെ സങ്കടം അറിയിച്ചു. രാമൻ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. രാജ്ഞി രാമനോട് അപേക്ഷിച്ചു. മഹാറാണി ദുഃഖിക്കേണ്ട, അടിയൻ ഉടനെ തന്നെ രാജാവിൻ്റെ പിണക്കം തീർത്തു തരാം. മഹാരാജ്ഞിക്ക് രാമൻ വാക്കുകൊടുത്തു. അന്ന് ദർബാറിൽ രാജ്യത്തെ നെല്ലിൻ്റെ വിളവ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ചർച്ച നടന്നു. കൃഷിക്കാരും പണ്ഡിതരും പല ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ചക്രവർത്തി ശ്രദ്ധയോടെ കേട്ടു. ഇടയ്ക്ക് രാമൻ എഴുന്നേറ്റ് നിന്നു. എന്താണ്, പറയൂ രാമ, ചക്രവർത്തി കൽപ്പിച്ചു. എൻ്റെ കൈവശം ഒരു വിത്തുണ്ട്. അത് വിതച്ചാൽ ഇപ്പോഴത്തെ വിളവിൻ്റെ 4 ഇരട്ടി കിട്ടും. അതെയോ, അത് നമുക്ക് വിതയ്ക്കാം. നല്ല വളം വേണമായിരിക്കും അല്ലേ? ചക്രവർത്തി സന്തോഷത്തോടെ അഭിപ്രായപ്പെട്ടു. സാധാരണ വളമൊക്കെ മതി. പക്ഷേ പ്രശ്നം അതല്ല. എന്താണ് രാമ, പറയൂ. ഒരിക്കലും കോട്ടുവായിടാത്ത ആള് വേണം വിത്ത് വിതയ്ക്കാൻ, രാമൻ പറഞ്ഞു. ഒരിക്കലും കോട്ടുവായിടാത്ത മനുഷ്യർ ലോകത്തുണ്ടോ? ചക്രവർത്തി അമ്പരന്നു. കോട്ടുവായിടാത്ത ആളില്ലെന്ന് ചക്രവർത്തിക്ക് ഇപ്പോൾ അറിയാമല്ലേ? അത് ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് വരട്ടെ. ആരോട്? മഹാറാണിയോട്. ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായി. അത് ഞാൻ തന്നെ നേരിട്ട് പറയാം രാമ. അത് അങ്ങയുടെ ഇഷ്ടം പോലെ. സഭാവാസികൾക്ക് രാമൻ്റെയും ചക്രവർത്തിയുടെയും സംഭാഷണത്തിൻ്റെ പൊരുൾ ഒട്ടും മനസ്സിലായില്ല. ഏതോ രാജ്യരഹസ്യം ഗൂഢഭാഷയിൽ കൈമാറുന്നതാണെന്നേ കരുതിയുള്ളൂ. രാജ്ഞിക്കും ചക്രവർത്തിക്കും വളരെ സന്തോഷമായി. അവർ രാമന് ധാരാളം പാരിതോഷികങ്ങൾ നൽകി.